മനോഹാരിതമായിട്ട് നമുക്ക് കിടക്കുന്ന ഒരു സ്പോട്ട് കണ്ടു. ഒന്നുമല്ല, വിൻറ്റേജ് കാറുകളുടെ ഷോയാണ് ശരിക്കും. അതിനു മുമ്പ് എൻ്റെ ചാനൽ നമ്മൾ വീഡിയോ വിൻറ്റേജ് കാറിൻ്റെ ഇട്ടിട്ടുണ്ട്. അതും എക്സ്പെഷ്യലി ഒരു കുറച്ച് ഗ്യാങ്ങുകാർ ഒന്നിച്ച് കൂടുന്നൊരു വിൻറ്റേജ് കാറിൻ്റെ ഒരു ഷോ ആയിരുന്നു. ഷോ എന്നല്ല, അവർ എല്ലാ വെള്ളിയാഴ്ച ഇവനിങ്ങനെ ഒന്നിച്ച് കൂടാനും അപ്പച്ചന്മാരുടെ അവരുടെ സമയങ്ങൾ അവർ ഷെയർ ചെയ്യാനുള്ള ഒരു സമയമായിട്ട് അവർ കാണുന്നത് കേട്ടോ. പക്ഷെ ഇതങ്ങനെയല്ല, ഇതിന് അടിപൊളി വേറെ വ്യത്യാസമുണ്ട്. ഇതൊരു പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വിൻറ്റേജുകാർ കൂട്ടിയിട്ടിട്ട് അതിനൊരു മത്സരമാണ് ഏറ്റവും കൂടുതൽ. Chevy, Monte Carlo. ശരിക്കും പരിപാടി ചില്ലറ പരിപാടി അല്ലായിരുന്നു കേട്ടോ. ശരിക്കും കുറേ അപ്പച്ചനും അമ്മച്ചന്മാരൊക്കെ കച്ച കെട്ടി ഇറങ്ങി ഒരുപാട് സ്പോൺസേഴ്സ് ഉള്ള അല്ലെങ്കിൽ ട്രോഫിയൊക്കെ ഉള്ള ഒരു കിടിലൻ ഇവന്റ് തന്നെയായിരുന്നു. ഒരു കാർ ഷോ കണ്ടോ, ശരിക്കും ഒരു ഇവന്റ് ആണ്, കാറിന്റെ ഒരു മത്സരമാണ്. ഇവര് വിന്റേജ് കാറുകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ച് അതിന് മാർക്കറ്റ് എന്നൊക്കെ രീതിയിലുള്ള ഒരു ഇവന്റ് ആണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഇവന്റ് ആണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ A to Z ഇവിടെ കിടക്കുന്ന കാർ ഇപ്പൊ ഷോ തീരാനായി. ഇവിടുത്തെ കാറുകൾ ഓരോന്നായിട്ട് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പൊ വീഡിയോ കണ്ടു നോക്ക്. ഇതിന്റെ പേരും നാളൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളാം. ഓണത്തിൻ്റെ ഇടയ്ക്ക് പൂട്ടുകച്ചോറെന്ന് കേട്ടിട്ടുണ്ടോ?
എന്നത് കണ്ടോ, ഇവിടെ ഈ ഷോയുടെ ഇടയ്ക്ക് ഒരു കാറ് വിൽക്കാൻ വെച്ചേക്കും കേട്ടോ. തൊട്ടപ്പുറത്തിരിക്കുന്നത് ആ ഫ്ലാഗ് വെച്ചത് ഇവിടെ അമേരിക്കയിൽ ഫ്യൂണറലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്യൂണറൽ ഹോമിലെ ഒരു വെഹിക്കിളാട്ടോ. അപ്പോൾ ഇതിലാണ് ഇവിടെ ബോഡി ഇപ്പോൾ പള്ളിയിലോട്ടോ അല്ലെങ്കിൽ ഫ്യൂണറൽ ഹോമിന് നേരെ ബെറിയൽ ഗ്രൗണ്ടിലോട്ടോ കൊണ്ടുപോകാനുള്ള ഒരു വെഹിക്കിളാണ്. ഇവർ ഈ അപ്പച്ചനെ കൂട്ടുവന്നതാണ്. പുള്ളി ശരിക്കും എല്ലാം മടക്കി കെട്ടി പോകാനുള്ള ഒരു തയ്യാറെടുപ്പാട്ടോ. അപ്പോൾ ഏകദേശം ഷോ തീരാനായി നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം എല്ലാ വണ്ടിയും ഒന്ന് കവർ ചെയ്യുക. So, Sean, I need my papers. Yes, sir. Thank you, sir. Actually, hey, bud, you can get rid of that one. You need that. ഇത് നമ്മുടെ വണ്ടിയാണ്. നമ്മുടെ ട്രാവൽ വിത്ത് അമേരിക്കൻ ഈഗിളുടെ ചിഹ്നമൊക്കെ ഉണ്ട്. And this is how we do awards. We try to do it the fairest way so everyone has a chance and there can be no ballot stuffing. Everybody out there votes on a couple things. Some people vote on different. You need the golf cart, buddy? Needs a walker. Come on, you're not that old, man. Sean, he's gonna borrow your bike to come over here. എങ്ങനെയുണ്ട് ഷോ? എങ്ങനെയുണ്ട്? ഇഷ്ടംപോലെ വണ്ടിയുണ്ട് അല്ലേ? ഇതിന് റണ്ണേഴ്സ് അപ്പോൾ ഒരുപാട് സമയമുണ്ട്. മീൻസ് നല്ലപോലെ പ്രസൻറ്റ് ചെയ്തത്, നല്ലപോലെ മോഡിഫിക്കേഷൻ ചെയ്ത് ഓരോന്നിനും ഗിഫ്റ്റ്സ് ഉണ്ട്. 1955 വണ്ടി. ഷെവിയാ ഷെവി. ഒരു കോട്ടോ ഇല്ലല്ലേ? Which brings us to best modern ride. Best modern ride goes to car number 7, Ken, with the 2013 Camaro. Who also അപ്പോൾ പേഴ്സണലി ഇത്രയധികം ക്ലാസിക് അല്ലെങ്കിൽ വിൻറ്റേജ് ലെവലിലുള്ള കാറുകൾ ഒന്നിച്ചും അവരുടെ ഷോയോ കാണാൻ പറ്റിയത് ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഈ വണ്ടി കൊണ്ടു നടക്കുന്നത് ഇതിനേക്കാളും പ്രായമുള്ള അല്ലെങ്കിൽ അവരെക്കാളും പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചനും തന്നെയാണ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു അടിപൊളി ഷോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മീറ്റപ്പാണ്. അവരുടെ ഒരു സന്തോഷം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ഇതും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ചാടി കയറി എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ പോകുന്ന Congratulations. All right. Best custom runner-up. Best customized ride. Best custom runner-up goes to car number 3710, 83 Camaro. കുഞ്ഞു വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയ കാലം തൊട്ട് അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ഇടാൻ തുടങ്ങിയ ഒരു കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് നമ്മോട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പം ഒരു Q&A സെക്ഷൻ വെക്കാൻ മാത്രമൊന്നും നമുക്ക് എപ്പോഴും ഇവൻ്റ് ഓരോന്ന് വരുന്നതുകൊണ്ട് നമുക്ക് പറ്റാറില്ല. സ്ഥിരമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മാക്സിമം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. എല്ലാവർക്കും അറിയേണ്ടത് ഞാൻ എങ്ങനെ അമേരിക്ക വന്നു, എന്താണ് ജോലി, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ വരാം, അല്ലെങ്കിൽ ഇവിടെ ആരൊക്കെ ഉണ്ട്, ഇങ്ങനെ സ്ഥിരമായി കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പം കോമൺലി ചോദിക്കും ഇവിടെ എങ്ങനെ പഠിക്കാൻ വരാം, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതൊക്കെ കോളേജാണ് നല്ലത്, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ മാക്സിമം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അറിയുന്ന പോലെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പം അല്ലാതെ ഒരു വീഡിയോയിലെങ്ങും ഞാൻ അധികമായിട്ട് എന്നെക്കുറിച്ച് പറയാൻ ഞാൻ താല്പര്യപ്പെടാറില്ല. കാരണം എൻ്റെ കാര്യങ്ങൾ അറിയാനല്ല, അതൊരു പ്രസക്തിയുള്ള കാര്യമേ അല്ല. കാരണം അമേരിക്കൻ കാഴ്ചകൾ കാണുക, അല്ലെങ്കിൽ ഇവിടെയുള്ള ഞാൻ കാണുന്ന ഭംഗിയുള്ള കാഴ്ചകൾ ട്രാവൽ വിത്ത് അമേരിക്കൻ ഈഗിൾ എന്ന ചാനൽ കൂടെ നിങ്ങളും കാണുക എന്ന ഉദ്ദേശത്തോട് മാത്രമാണ് ഈ ചാനൽ തുടങ്ങിയത്. അല്ലാതെ ഒരു മോണിറ്റൈസേഷൻ നോക്കിയതോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് വരുമാനം ജീവിക്കുക എന്നും നമുക്കൊരു പ്രതീക്ഷയൊന്നും അന്നും ഇല്ല, ഇന്നും ഇല്ല. പിന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് നമുക്ക് എപ്പോഴും വരാറുണ്ട്, അത് എല്ലാവർക്കും വരാറുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അതൊക്കെ നമുക്ക് എനർജിയാണ്, നമുക്ക് പുറകിൽ നിന്ന് തരുന്നൊരു പുഷാണ്. കാരണം നിർത്തിപ്പോണെന്ന് പലപ്പോഴും ശ്രമിച്ചപ്പോഴും പലപ്പോഴും വിചാരിച്ചപ്പോഴും ഇതേപോലെ നെഗറ്റീവ് കമൻറ്റ്സ് എന്നാൽ പിന്നെ 2 വീഡിയോ കൂടി ചെയ്തിട്ടേ നിർത്തുന്നുള്ളൂ എന്നൊരു വിചാരം, ഒരു മോട്ടിവേഷൻ എനിക്ക് എപ്പോഴും തന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്നുമല്ല, വീഡിയോ ആര് കണ്ടില്ലെങ്കിലും കണ്ടവരൊക്കെ നമ്മളെക്കുറിച്ച് അഭിപ്രായം ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മളെ അറിയാത്ത ഒരാൾ നമുക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ കൊള്ളായിരുന്നു അല്ലെങ്കിൽ പേഴ്സണലി നമ്മളെ കാണുമ്പോൾ പറയുമ്പോൾ ഉണ്ടല്ലോ, അത് മതി പിന്നെ വീഡിയോ അങ്ങോട്ട് ചെയ്യാൻ. അപ്പം ഇതാണ് നമ്മുടെ ചാനലിലെ മെയിൻ ഉദ്ദേശം. ഞാനിവിടെ വന്നു, എനിക്ക് നാട്ടിലുള്ള കൂട്ടുകാർക്ക് എനിക്ക് എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഞാൻ കാണുന്ന കാഴ്ചകൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ചാനൽ തുടങ്ങിയത്. പിന്നീട് നമ്മുടെ ഫാമിലി വളർന്നു, സബ്സ്ക്രൈബേഴ്സ് വളർന്നു വന്നു. ഇപ്പോൾ ഏകദേശം 12,000 സബ്സ്ക്രൈബേഴ്സിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനിയും മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അതുപോലെ ഞാനും പുതിയ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു പാട്ട് അവിടെ നിൽക്കട്ടെ. പിന്നെ മറ്റ് കുറച്ച് ചോദ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ
എന്നോട് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും കേക്കൊന്നും മുറിച്ചില്ലല്ലോ. അത് സ്നേഹത്തോടെ ചോദിച്ചവരുണ്ട്, കളിയാക്കി ചോദിച്ചവരുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു സെലിബ്രേഷൻ നടത്തണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ആ കാർ ഷോയുടെ വീഡിയോ ചെയ്യണ സമയത്ത് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷെ അന്ന് നല്ല മഴയായതുകൊണ്ട് മെല്ലെ കേക്ക് അങ്ങ് ഒഴിവാക്കി. പക്ഷേ സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ വീഡിയോയിൽ വന്നില്ല എന്നേ ഉള്ളൂ. അപ്പം അതാണ് മെയിൻ തിങ്. പിന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഗീവ് അവേ ഒന്നുമില്ലേ? ചാനൽ വളരുന്നുണ്ട്, ഗീവ് അവേ ഒന്നുമില്ലേ? തീർച്ചയായിട്ടും ഗീവ് അവേ ഉണ്ട്. ചാനൽ വളരുന്നത് നിങ്ങൾ ഓരോരുത്തരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഗീവ് അവേ വരും. ഉടനെ ഇല്ലെങ്കിലും ഒരു 1-2 മാസത്തിനുള്ളിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് എന്തായാലും നമ്മുടെ ചാനലിൽ കൂടെയും നമ്മൾ ഗീവ് അവേ തരും. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, അതൊരു സന്തോഷമാണല്ലോ. അവസാനമായിട്ട് ബ്രോ, ഒരുപാട് നാളായല്ലോ ട്രാവൽ വീഡിയോ ചെയ്തിട്ട്. ട്രാവൽ വീഡിയോ പ്രതീക്ഷിക്കാവൂ? ട്രാവൽ ചെയ്യാൻ പറ്റും. അമേരിക്കയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് എവിടെ വേണം ട്രാവൽ ചെയ്യാം. അമേരിക്കൻ കൺട്രിക്കകത്ത് തന്നെ നമുക്ക് എവിടെ വേണം ട്രാവൽ ചെയ്യാം. പിന്നെ ചെറിയ ബ്രേക്ക് എടുത്തതേ ഉള്ളൂ, ജോലി സമയം പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് ചെറിയ ബ്രേക്ക് എടുത്ത് ചെറിയ കണ്ടന്റ് മുന്നിൽ തന്നെ വരുന്ന ചെറിയ എന്തായാലും ട്രാവൽ ചെയ്യണം കേട്ടോ. 1-2 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് പോയിട്ടാണ് ചില വീഡിയോ ഒക്കെ നിങ്ങളുടെ മുമ്പിൽ എത്താറ്. അപ്പം ട്രാവൽ വീഡിയോ വരുന്നുണ്ട്, ഈ മാസം അവസാനം ട്രാവലുണ്ട്. അപ്പം ട്രാവൽ ഏകദേശം നമുക്ക് എവിടെയൊന്നും പറയുന്നില്ല, അത് സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. നമുക്ക് ഏകദേശം 1-2 സ്റ്റേറ്റിൽ കൂടെ ഒക്കെ നമ്മൾ കറങ്ങി അടിച്ച് നല്ല ഭംഗിയുള്ള കുറച്ച് 5-6 എപ്പിസോഡ് അല്ലെങ്കിൽ 10 എപ്പിസോഡിന് വക ഉണ്ടാക്കിയിട്ട് നമ്മൾ തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഇടയ്ക്കുണ്ടല്ലോ യൂട്യൂബ് എന്നോടൊരു കാര്യം പറഞ്ഞു. യൂട്യൂബ് എന്നോട് കാര്യം പറയുമ്പോൾ എനിക്കും തോന്നി, ഓക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണം, ഞാൻ അറിഞ്ഞ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തതിൽ മോശമല്ലേ. അപ്പം കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ചുറ്റുപാട്, അപ്പം നമ്മുടെ ചുറ്റുപാടിൽ ഈ ലോകത്ത് തന്നെ ഒരുപാട് തരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ട്. ഇഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ഇഷ്ടം, മക്കൾക്ക് തിരിച്ച് അപ്പനമ്മയോടുള്ള ഇഷ്ടം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോടുള്ള ഇഷ്ടം, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രണയിയോ അല്ലെങ്കിൽ കാമുകിയോടുള്ള ഇഷ്ടം, അങ്ങനെ പല തരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ട്. ഒരു അധ്യാപകന് തൻ്റെ വിദ്യാർത്ഥികളോടുള്ള ഇഷ്ടം, അങ്ങനെ ഇഷ്ടങ്ങൾക്ക് ഇങ്ങനെ അതിരുകളില്ലെങ്കിൽ നീണ്ടു കിടക്കുകയാണ്. ഇഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകടിപ്പിച്ചാലേ മനസ്സിൽ വെച്ചുകൊണ്ട് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ അറിയേയില്ല. നമ്മുടെ ഈ ലോകത്ത് അതിപ്പോൾ എന്ത് ഇഷ്ടമാണെങ്കിലും നമ്മൾ പ്രകടിപ്പിച്ചാൽ മാത്രമേ നമ്മളെപ്പോലെ തന്നെ മറ്റൊരു മനുഷ്യന് അത് മനസ്സിലാക്കാനും അത് തിരിച്ചറിയാനും സാധിക്കും. പലപ്പോഴും നമ്മൾ തുറന്നു പറയാത്ത സ്നേഹങ്ങൾ അറിയാതെ പോകുന്നു എന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പല നോവലുകളും നമ്മൾ വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതാണ് ഈ ലോകം, പ്രപഞ്ചത്തിൽ അതാണ് സത്യം. അപ്പോൾ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ തുറന്ന് പ്രവർത്തിക്കാൻ എപ്പോഴും ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ ട്രാവൽ വിത്ത് അമേരിക്കൻ ഈഗിളിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് തന്നെ ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എന്നെ ഇതുവരെ കാണാതെ തന്നെ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചാനലിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ഇഷ്ടമൊക്കെ നിങ്ങൾ എങ്ങനെ തുറന്ന് പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മളൊരു വീഡിയോ വരുമ്പം വീഡിയോ കാണുക, വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, ലൈക്ക് അടിച്ച് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ആ കണ്ടൻറ്റിന് അനുയോജ്യമായ 1-2 പേർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിച്ചാൽ മാത്രമേ യൂട്യൂബിന് മനസ്സിലാവുള്ളൂ, ഓക്കെ ഇവൻ്റെ വീഡിയോയിൽ എന്തോ ഉണ്ട്, അപ്പം ഈ വീഡിയോ 2 പേരെ കാണിച്ചാൽ കൊള്ളാം എന്ന് യൂട്യൂബ് വിചാരിക്കും, യൂട്യൂബിനും കൂടി മനസ്സിലാവും. അപ്പം നിങ്ങൾ ആ ഇഷ്ടം തുറന്ന് കാണിച്ചാൽ മാത്രമേ യൂട്യൂബിൻ്റെ ഇഷ്ടം തുറന്ന് കാണിക്കുകയുള്ളൂ. അപ്പോൾ പണ്ട് നമ്മൾ പറയും ദൈവം പാതി നാം പാതി, ഇപ്പം നാം പാതി യൂട്യൂബ് പാതിയും കൂടി ഉണ്ട് കേട്ടോ. ദൈവവും ഉണ്ട്, യൂട്യൂബിൻ്റെ പാതിയും കൂടി ഉണ്ട്. അപ്പോൾ ആ യൂട്യൂബ് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ ഇഷ്ടം തുറന്ന് കാണിക്കണം. അപ്പോൾ കാര്യം ഏകദേശം കലങ്ങിയല്ലോ അല്ലേ. ഇനി ഫൈനലി ഒരു ചെറിയ അപ്ഡേറ്റും കൂടി ഉണ്ട്. നമ്മൾ അമേരിക്കൻ പോലീസിൻ്റെ വീഡിയോ കണ്ട പോലെ തന്നെ ഒരു അടിപൊളി ഒരു വെറൈറ്റി. നമ്മൾ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറൈറ്റി തന്നെയാണ്. പോലീസുകാരെ പോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ മലയാളം യൂട്യൂബിൽ ഒരു കിടുക്കൻ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. എന്താണെന്നല്ലേ ഒന്ന് കണ്ടു നോക്ക്. അങ്ങനെ സംഭവം എങ്ങനെയുണ്ട്? ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്കൻ പോലീസിൻ്റെ പുറകെ ഫയർ എഞ്ചിനെ കാണണമെന്ന്. അപ്പം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടു, ഒരു 1-1.5 മാസം നമ്മൾ അതിൻ്റെ പുറകെ നടന്ന പേരിൽ നമുക്ക് പെർമിഷൻ കിട്ടി. ഫയർ എഞ്ചിൻ്റെ A to Z, ഇപ്പോൾ ഒരു ഫയർ എഞ്ചിൻ്റെ ഒരു വെഹിക്കിളല്ല, പല വെഹിക്കിളും ഫയർ സ്റ്റേഷനും എല്ലാം അടങ്ങുന്ന ഒരു കിഡിലൻ വീഡിയോ ആണ്. കുറച്ച് സമയം തരണം, നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ട് ഒരുപാട്. അപ്പോൾ എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കി നിങ്ങളുടെ മുമ്പിൽ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹം കാണിക്കാൻ മറന്നു പോകണ്ട, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണും വരേക്കും ബൈ.